സാറേ, ആ വെളുത്ത വണ്ടിയിൽ പോയവൻ ഒരു വഞ്ചകനാ. അവനെയാ ഞാൻ എറിഞ്ഞത്. എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ടേ ഒരു വേശ്യാലയത്തെ കൊണ്ട് വിറ്റവനാ. അവനെ ഞാൻ എറിഞ്ഞ തെറ്റാണോ സാറേ? എറിഞ്ഞില്ലെങ്കിലേ ഉള്ളു. ആ, അത് തന്നെ. ഇവിടെ തനിച്ചാണ് താമസം? അല്ല സാറേ, കൂടെ പിള്ളേരൊക്കെ ഉണ്ട്. എവിടെ പോയവന്മാര്? എടാ മടക്കൂ, തടിയാ പൊടിയാ, മാറാ. ഇങ്ങോട്ട് വരുന്നടാ. ഇതെന്താ ഇങ്ങനെ? ചെളി കിടന്ന് വിട്ടത് കൊണ്ട് തുണിയെല്ലാം അലക്ക് ഉണങ്ങാനില്ല. ഞങ്ങൾക്ക് വേറെ തുണിയില്ലാത്തോണ്ടാ. സാറേ, കുറച്ചു നേരം അകത്ത് വിശ്രമിച്ചോ, വേദന മാറിക്കിട്ടും. ഓ, അത് സാരമില്ല. വരണം സാറേ, വാ വാ. ഇരിക്കണം സാറേ. എന്താ സാറേ? ഈ ഫോട്ടോ എന്റെ അച്ഛന്റെയാ. എന്റെ അച്ഛനെ ഒരു മഹാഭാവി കൊല ചെയ്തു. ആ ദ്രോഹി കാരണം സാറേ ഞങ്ങളുടെ കുടുംബം താറുമാറായത്. അപ്പോ അമ്മ? എന്റെ അമ്മയും ചേട്ടനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി സാറേ. ഞാൻ പ്രേമിച്ച് ഒളിച്ചോടി പോന്നപ്പം ആരും അറിയാതെ ഈ ഫോട്ടോ കൊണ്ടുപോകുന്നതാ. ഞാൻ ഇവിടെയാണെന്ന് ഇന്ന് വരെ എന്റെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല. കേട്ടോ സാറേ, ഈ കുടിലേ ഒളിച്ചു കഴിയാൻ പറ്റിയതാ. സാറ് കിടക്കണം. ആ സാറേ, ആ ഉടുപ്പും കഴിച്ചു തരണം. അത് അപ്പടി രക്തമാ സാറേ, ഞാൻ കഴിത്തരാം. പുള്ളിക്കാരൻ എഴുന്നേൽക്കുമ്പം ഈ കുടില് വിട്ട് പുറത്തൊന്നും പോകാതെ നോക്കിയോണം. ആ മനുഷ്യനോട് ഞാൻ എന്റെ കഥകളെല്ലാം പറഞ്ഞു പോയി. ഇയാള് ചേട്ടനെ എങ്ങനെ കണ്ടുമുട്ടിയ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ചേട്ടൻ അറിയും. അങ്ങനെയാണെങ്കിൽ അയാളെ പോകാതിരിക്കാൻ നല്ലൊരു വഴിയുണ്ട് ചേച്ചി. എന്താ? അയാള് വെള്ളം ചോദിക്കുമ്പോ അല്പം എലിപ്പാഷണോട്ട് കലക്കിയാൻ കൊടുത്താൽ മതി. അയാളെ ജന്മത്ത് അയാൾ മുറിവിട്ട് പുറത്തു പോകില്ല. മഹാഭാവി, ചുമ്മാ അല്ലടാ നിനക്ക് പൊക്കം വെക്കാത്തത്. എന്താ പോണേ? അമ്മേ, അച്ഛനെ കൊന്ന് ജയൻ ജയിൽ ചാടിയമ്മേ. അവന്റെ അവസാനം തൂക്കുമരത്തിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ദ്രോഹി എവിടെയുണ്ടെങ്കിലും ഈശ്വര അവനെ വെറുതെ വിടില്ല മോനെ. ഇല്ലമ്മേ, അവൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇന്നു മുതൽ അതാണ് എന്റെ ജോലി. അയ്യോ വേണ്ട മോനെ, ഇനിയെങ്കിലും കണ്ടുകൊണ്ട് എനിക്ക് മരിക്കാം. അമ്മ എന്ത് പറഞ്ഞാലും ശരി, എന്റെ അച്ഛനെ കൊന്നതിനോട് ഞാൻ പകരം വീട്ടുക തന്നെ ചെയ്യും. എന്റെ മോളെ, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയില്ല. ഇവനൊരു എടുത്തുചാട്ടക്കാരന്. നീയും കൂടി പറഞ്ഞ് ഇവനെങ്ങനെയെങ്കിലും ഒന്ന് സമാധാനപ്പെടുത്തണം. എഴുന്നെള്ളും റാണി ആനന്ദദായിനി നിൻ ചിരിതൻ സൂനം ചൂടുന്നു വാനം നിന്നട തൻ താളം ചാർത്തുന്നു ഓളം നീ എന്റെ പ്രാണനിൽ കുളിരലകൾ നെയ്യുന്ന നേരം കാതിൽ ചൊല്ലാൻ പുതിയൊരു കാര്യം കാതിൽ ചൊല്ലാൻ പുതിയൊരു കാര്യം
പറ്റില്ല സാറേ, ഞങ്ങളെ പറ്റിച്ചെടുക്കാൻ പറ്റില്ല സാറേ. ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ട് പോകാൻ തുടങ്ങിയൊന്നുമല്ല. ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. എന്നാ അകത്തേക്ക് പോണം. ഇല്ല, എനിക്കിപ്പോ പോകേണ്ടത് പുറത്തേക്കാണ്. അത് നടക്കൂല സാറേ. പണ്ട് സീതയുടെ മുമ്പിൽ ലക്ഷ്മണൻ വരയിട്ട് കൊടുത്ത കഥ സാർ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്നാ സാറിന്റെ മുമ്പിൽ ഞങ്ങൾ അതുപോലെ വരയിടാൻ പോവാ. ധൈര്യം ഉണ്ടെങ്കിൽ സാർ കടന്നു നോക്കിക്കോ. എടാ പൊടിയാ വരയിടാ. ആ. കൈ വിടടാ. വരയിടാൻ കൊമ്പൊന്നും കാണുന്നില്ലല്ലോ. ആ അങ്ങോട്ട് വരിക. ഇരിക്കൊന്നും വേണ്ട. സാറിന് ധൈര്യം ഉണ്ടെങ്കിൽ കടന്നു നോക്ക്. എടാ കോമാളികളെ, പണ്ട് സീതയുടെ മുമ്പിൽ ലക്ഷ്മണൻ ഇങ്ങനെ നിക്കറുമ്പൊക്കെ പിടിച്ചാടാ വരയിട്ടത്. ആ ഏതായാലും നിങ്ങളുടെ ലക്ഷ്മണ രേഖ ഞാൻ കിടക്കാം. അമ്മണി, ഈ പിള്ളേരെല്ലാം അകത്ത് പോകാൻ പറ. പോണാർന്ന് ഇങ്ങനെ പതുക്കെ വലിയുന്ന ലക്ഷണമുണ്ട്. അയ്യോ എന്താ സാറേ? അമ്മണി, ഞാൻ എന്റെ ഭാര്യയെ അന്വേഷിച്ചു വന്നവനാണെന്ന് നിനക്കറിയാമല്ലോ. അറിയാം. അവൾ ഈ പട്ടണത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെങ്കിലും എനിക്ക് അവളെ കണ്ടുപിടിക്കണം. സാറിനെ പുറത്തുവിട്ടാൽ അമ്മണി, നിന്റെ അച്ഛന്റെ ഫോട്ടോ കാണുന്നതിന് മുൻപ് വരെ ഞാൻ ഇവിടെ തങ്ങണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇനി നീ എന്നോട് പോകാൻ പറഞ്ഞാലും എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഈ പറഞ്ഞ സത്യമാണോ? തീർച്ചയായും. കൊച്ചമ്മേ, കൊച്ചമ്മേ. എന്താ സുഗുണ? ഞാൻ ആലുവയ്ക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വരുന്ന വഴി രമ താമസിക്കുന്ന വീട് മനസ്സിലായി. എവിടെ? മാർക്കറ്റ് രാജു എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലുണ്ട്. നീ എങ്ങനെയെങ്കിലും അവളിവിടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ചന്ദ്രശേഖരൻ നമ്മളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അതിനെന്തിനാ കൊച്ചമ്മ വിഷമിക്കുന്നത്? നമ്മുടെ ആൾക്കാരെ അങ്ങോട്ട് അയച്ചാൽ പോരെ. ആ നിമിഷം അവളെ ഇവിടെ പൊക്കിക്കൊണ്ട് വരില്ലേ? നീ ഞങ്ങളെ പറ്റിച്ച് കടന്നിട്ട് വലിയ റാണിയായിട്ട് ഇവിടെ കഴിയാണ് അല്ലേ? പിടിക്കണ അവളെ. എടി, പുറത്തേക്കിറങ്ങി വരാനാ പറഞ്ഞത്. വരുന്നോ അതോ ഞങ്ങൾ ഇതിനെ പിടിച്ചിറക്കണോ? ആ വഴിയോട്ടി പിടിക്കണം. ആർക്കാടാ വാതിലെ ഒട്ടി പൊളിക്കേണ്ടത്? നീയൊക്കെ ഏതാടാ? അവളോട് തന്നെ ചോദിക്ക്. അവളെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. രമേ, ഇങ്ങോട്ട് ഇറങ്ങി വാ. രാജേട്ടാ, എന്നെ പിടിച്ചുകൊണ്ടുപോയി വേശ്യാലയത്തിൽ ഏൽപ്പിക്കാനാ ഇവന്മാര് വന്നിരിക്കുന്നത്. നേരാണോടാ? ഇവൾ ആരാണെന്നറിയാതെ താനെന്തിനാ ചൂടാകുന്നത്? ഞങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഇവളെ കൊണ്ടുപോകും. ഇവിടുന്ന് എന്നാലാവുന്ന കാണട്ടെ. ഇത്ര അധികാരത്തോടുകൂടി സംസാരിക്കാൻ ഇവൾ ഇയാളുടെ ആരാ? ആരും ആയിക്കോട്ടെ, ഈ വീട്ടിൽ നിന്ന് നീയൊക്കെ ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് പോകും. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചോണ്ട് പോയി നോക്ക്. ഇവിടെ പിടിച്ചെടുക്കണോ?
ഞാൻ എടാ വൈദ്യുതല്ല പട്ട അടിച്ചിട്ട് എന്റെ അടുത്ത് തുടക്കാൻ പറ്റില്ല പുനലൂരെ പട്ടയാണ് ഞാൻ കുടിച്ചിരിക്കുന്നത് പോടാ എടാ ഞാൻ ആന അഭ്യാസം പഠിപ്പിച്ചതാണ് ഓ കൊള്ളാം. എവിടുന്നോ വന്ന ഈ ഒരു പെങ്കൊച്ചിന്റെ പേരില് എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടായിരിക്കുന്നത്. പാവം അവളെന്ത് പഴച്ചടാ? ഒരു ബന്ധമില്ലാത്തൊരു പെണ്ണിനെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അവളെ തെമ്മാടികളുടെ കൈ വിട്ടുകൊടുക്കണമെന്നാണോ നീ പറയുന്നത്? ഞാൻ അത്ര വിവരം കെട്ട കരുതിയാണ് രാജുവണ്ണ. ആ പെങ്കൊച്ചിനെ ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് വിടാതിരിക്കാൻ വേണ്ടി ഞാനും നമ്മുടെ അമ്മയും ചേർന്ന് ഒരു പുതിയ ഐഡിയയിലെത്തിയിരിക്കുക. ഓ പിന്നെ നിന്റെ ഒരു മുടിഞ്ഞ ഐഡിയ. മുടിയാണെന്നല്ല, ഒരു മുഹൂർത്തം നോക്കുന്ന കാര്യമാണ്. മുഹൂർത്തമോ? അതെ, രമയെ രാജുവണ്ണൻ കല്യാണം കഴിക്കണം. നീ എന്താടാ ഈ പറയുന്നത്? ഞാനല്ല പറയുന്നത്, വയസ്സായിരിക്കുന്ന അമ്മയുടെ ഏറ്റവും വലിയ അപേക്ഷയാണ്. രമയുടെ ജീവിതം രക്ഷപ്പെടും, നമ്മുടെ കുടുംബത്തിന് വലിയ പുണ്യമോ. ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാൻ ഒന്നുമില്ലെന്ന, നമുക്കൊരു താലിയുടെ ചെലവല്ലേ ഉള്ളൂ. രമേ, എന്തോ? എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. എന്ത് കാര്യം? നിന്റെ സമ്മതം അറിഞ്ഞിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ. എന്താ ഏട്ടാ? ഞാൻ നിന്നെ വിവാഹം കഴിക്കണമെന്നാണ് അമ്മയുടെ നിർബന്ധം. അയ്യോ വേണ്ട. എന്താ, ഞാനൊരു മൃഗമാണെന്നാണോ നീ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. പിന്നെന്തിനാ നീ ഇത്രയ്ക്ക് ഭയപ്പെടുന്നത്? ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. എന്ത്? രാജുവേട്ടനെ എന്റെ കൂടെ പിറന്ന ആങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ചേട്ടൻ എനിക്ക് മാപ്പ് തരണം. ഞാൻ പറഞ്ഞു നീ മറന്നേക്കൂ. ആരോരുമില്ലാത്ത ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ചേട്ടന്റെ സ്നേഹവും കാരുണ്യവും കൊണ്ട് മാത്രമാണ്. ചേട്ടൻ എന്നെ രമയെന്നല്ല, അമ്മണിയെന്ന് വിളിക്കണം. ഇന്നു മുതൽ നിന്നെ ഞാൻ അമ്മണിയായിട്ടേ കണക്കാക്കൂ. രമ വേലായുധനെ കൊന്നവന്റെ ഭാര്യയാണെന്നുള്ള സത്യം രാജുവിനോട് നീ പറഞ്ഞാൽ മാത്രം മതി. അഭയം കൊടുത്ത കൈകൾ കൊണ്ട് തന്നെ അവളുടെ അന്ത്യവും കുറിക്കും. മുതലാളി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇന്ന് തന്നെ ഈ വിവരം രാജുവിന്റെ ചെവിയിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഇവിടെ ആരുമില്ലേ? ആരാ? എന്താ? ഉണ്ട്. ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്റെ പേര് എൽസിന്നാണ്. ജെയിൻ സാർ ഇല്ലേ? പുറത്തോടി പോയിരിക്കാണ്. ഒരു അത്യാവശ്യ കാര്യം ജെയിൻ സാറിനെ അറിയിക്കാൻ വേണ്ടിയാ ആരും അറിയാതെ ഞാൻ ഇവിടെ വന്നത്. എന്ത് കാര്യമാ? ജെയിൻ സാറിന്റെ ഭാര്യ രമ മാർക്കറ്റ് രാജു എന്ന് പറയുന്ന ആളുടെ വീട്ടിലുണ്ട്. മാർക്കറ്റ് രാജു? അതെ, അറിയോ? ഇല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. രമ എവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഭാരതമേനോന്റെ വീട്ടിൽ വെച്ച് രമയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാ രമ മാർക്കറ്റ് രാജുവിന്റെ വീട്ടിൽ മനസ്സിലാക്കിയത്. ജെയിൻ സാർ ഉടനെ അവിടെ എത്തില്ലെങ്കിൽ രമയ്ക്ക് എന്ത് അപകടം സംഭവിക്കും? എടാ, നിങ്ങൾ എളുപ്പം പോയി ജേട്ടന് വിവരം അറിയിക്കും. ആട്ടെ, ഭാരതമേനോനുമായിട്ട് എങ്ങനെയാ ബന്ധം? ആ ബന്ധത്തിനെ കുറിച്ച് അറിയാതിരിക്കാണ് നല്ലത്. ജീവിക്കാൻ വേണ്ടി ഞാൻ അവിടെ അകപ്പെട്ടു പോയതാ. പക്ഷേ എനിക്കൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ മൃഗത്തിനെ അവസാനമായി എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ പോകുന്നത്. അതെ, ജീവിതത്തിൽ വീണ്ടും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടെന്ന് വിചാരിച്ചില്ല അല്ലേ? നിന്റെ അപ്പച്ചൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഞാൻ നിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത്. നിങ്ങളെ പോലുള്ളവർ ആവശ്യപ്പെടുന്ന സ്ത്രീധന പണം തരാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് അപ്പനമ്മമാർ ഈ ലോകത്തുണ്ട്.
ജയിലിൽ കിടക്കുന്ന എന്റെ അപ്പച്ചനെയും അക്കൂട്ടത്തിൽ കണക്കാക്കിയാൽ മതി. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ആവശ്യപ്പെട്ട 16 രൂപയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനിയുള്ള കാലമെങ്കിലും എനിക്കൊരു ഭാര്യയായിട്ട് ജീവിക്കണമെന്നുണ്ട്. ഇത് വാങ്ങിക്കോളൂ. ഇത് അന്നേ ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ തിരിഞ്ഞു ജീവിക്കേണ്ടി വരുമായിരുന്നു. തിരിഞ്ഞു ജീവിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പണം ഉണ്ടാക്കി നിങ്ങൾക്ക് കൊണ്ടുതരാൻ എനിക്ക് കഴിഞ്ഞത്. ഓഹോ, വീട് എഴുതി വിട്ടിട്ടായിരിക്കും നീ ഈ പണം കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല, വീടിനേക്കാൾ വിലപ്പെട്ടതെല്ലാം വിറ്റു. ഈ പണത്തിനോടൊപ്പം എനിക്ക് കിട്ടിയ ഒരു സമ്പാദ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സമ്പാദ്യം? കാണുന്നു. ആ പണം ഉണ്ടാക്കിയ വഴിയിൽ കിട്ടിയതാണ്ടോ ഈ സമ്പാദ്യം. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് പോലും അറിയില്ല. ആ പണം തനിക്ക് വേണമെങ്കിൽ ഇതിനെ കൂടി ഏറ്റെടുക്കണം. ഒച്ച വയ്ക്കാതോടോ. ഭാര്യയേക്കാൾ വലുത് പണമെന്ന് വിചാരിക്കുന്നവനെല്ലാം വല്ലവന്റെ മക്കളെ ചുമക്കേണ്ടി വരും. ഇറങ്ങിപ്പോടി എന്റെ മുൻപിൽ നിന്ന്. ഞാൻ പോവുകയാണ്. പക്ഷെ ഇവിടുന്നല്ല, ഈ ലോകത്ത് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ തന്നെ കാണാൻ വന്നത്. പണം. ഈ പണം തന്റെ ശവമടക്കിനിരുന്നോട്ടെ.